പൂർവകാലത്ത് അഥവാ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം നമുക്ക് കാണാവുന്നതാണ്. ഒരു രാത്രി ഉമർ റളിയല്ലാഹു അൻഹു അക്കാലത്ത് വീട്ടിൽ നിന്നിറങ്ങുകയാണ്. തൻ്റെ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് കള്ളു കുടിക്കാനും മറ്റുമാണ് പുറപ്പാട്. അങ്ങനെ സാധാരണ ഒത്തുചേരുന്ന സ്ഥലത്ത് എന്ന് നോക്കിയപ്പോൾ കൂട്ടുകാരന്മാരെ ഒന്നും കാണാനില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അന്ന് കാലത്ത് ഉണ്ടായിരുന്ന ഒരു മദ്യഷോപ്പിലേക്ക് നീങ്ങുകയാണ്. അവിടേക്ക് ചെന്നപ്പോൾ അവിടെയും മദ്യവ്യാപാരിയെ കാണാനില്ല. എന്നാൽ പിന്നെ കഅബാലയത്തെ ഒന്ന് ത്വവാഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മസ്ജിദുൽ ഹറാമിലേക്ക് പോവുകയാണ്. ഒരു 70 ത്വവാഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അക്കാലത്തുള്ള മുശ്രിക്കീങ്ങൾ ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള കുട്ടി ദൈവങ്ങളെ കാണുന്നത് പോലെ കൂട്ടത്തിൽ ഒരു വലിയ തമ്പുരാനായി അള്ളാഹുവിനെയും കണ്ടിരുന്നു. അങ്ങനെ മറ്റു ദൈവങ്ങളോടൊപ്പം ഒരല്ലാഹുവിനെയും ദൈവമായിട്ട് കാണുന്ന വിശ്വാസം തൗഹീദ് അല്ലല്ലോ. അങ്ങനെ ആ തൗഹീദ് വിരുദ്ധ വിശ്വാസം അവർ പുലർത്തിയിരുന്നു. മാത്രമല്ല, നഗ്നമായിട്ടോ അല്ലാതെയോ അവർ കഅബാലയം പ്രദക്ഷിണം ചെയ്തിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കഅബയുടെ അടുത്ത് വന്ന് തവാഫ് ചെയ്യുമ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്നത് കാണുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കഅബയുടെ ഖില്ലയുടെ ഉള്ളിൽ കയറിയിട്ട് കറങ്ങി വരികയാണ്. ആ പുതപ്പിന്റെ ഓരം പറ്റിച്ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്നു. എന്നാൽ നബി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആൻ പാരായണം കേൾക്കാനിടയായി ഉമർ റളിയല്ലാഹു അൻഹു. ആ മനോഹരമായ ആശയഗംഭീരമായ ഖുർആൻ പാരായണം അന്നേരം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് മധുരമായി പതിയുകയുണ്ടായി. അപ്പോൾ എന്നിൽ നല്ല വിചാരങ്ങൾ ഉടലെടുത്തിരുന്നു എന്ന് പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവത്തെ സംബന്ധിച്ച് പറയാറുണ്ടായിരുന്നു. ഈ പൂർവകാല സംഭവത്തെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവിന് കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സംഭവം നമുക്ക് പറയാം. ആസിബ് ബിൻ വാഇൽ ഖുർആനിന്റെ ശാപത്തിന് വിധേയമായവരിൽപ്പെട്ട ഒരാൾ. അബൂലഹബ് ശാപവിധേയനായതുപോലെ ആസിബ് ബിൻ വാഇലും ശാപവിധേയനായി. അതിന്റെ കാരണം ഇങ്ങനെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കളെല്ലാം വിയോഗം തേടിയപ്പോൾ ഈ ആസിബ് ബിൻ വാഇൽ നടന്നു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹമ്മദിന്റെ ആൺമക്കളെല്ലാം മരിച്ചുപോയല്ലോ, അദ്ദേഹത്തിന് ഇനി പരമ്പരയില്ലാത്തയാളായി മാറിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പരാമർശങ്ങൾ വളരെയധികം വേദനിപ്പിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെൺമക്കളിലൂടെ നബി തങ്ങൾക്ക് പരമ്പര തുടരുന്നുണ്ട്. അങ്ങനെയുള്ള പ്രത്യേകമായ പരമ്പര അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയാണ്. എന്നാൽ ഈ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷമമായി. അവിടുന്ന് അള്ളാഹുവിന്റെ മുന്നിൽ വിഷമം ബോധിപ്പിച്ചു. അങ്ങനെ അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് പ്രതികൂലികൾ കഅബയ്ക്ക് ചുറ്റുമുണ്ട്. കൂട്ടത്തിൽ ആസിബ് ബിൻ വാഇലും ഉണ്ട്. അങ്ങനെ ആസിബ് ബിൻ വാഇലിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ദാ അയാളാണ് ആക്ഷേപമുന്നയിച്ചയാൾ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അയാളുടെ കാലിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കുകയാണ്. ആ ഒറ്റ നോട്ടത്തിൽ ആസിബ് ബിൻ വാഇൽ തന്റെ വാഹനപ്പുറത്ത് നിന്ന് താഴേക്ക് വീഴുന്നു.
അയാൾ ത്വാഇഫിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ സംഭവം. അങ്ങനെ കാലിന്റെ ആ ഭാഗത്ത് ഒരു മുള്ളു പതിക്കുകയാണ്. അങ്ങനെ അവിടെ വ്രണങ്ങളോ കേടുപാടുകളോ ഒക്കെ വന്നു. അത് ആസിബിന് വായിലിന്റെ മരണകാരണമായി മാറി. അയാൾ ചത്തുപോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു.